ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ ക്ലാസ് 6 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വാട്ടർ എന്ന് പറയുന്നത്. നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് NSMCയിൽ വരുന്ന ടോപ്പിക് കൂടിയാണ് വാട്ടർ എന്ന് പറയുന്നത്. സോ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കും അതുപോലെ തന്നെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. സോ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഷോൺ ബിലോ ഈസ് വെൻ ഡയഗ്രാം directing different states of matter, which of the following can be placed at place shown as Q in the diagram. അതായത് Q എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്, അതായത് ഈ ഒരു വെൻ ഡയഗ്രത്തിൻ്റെ ഈ Q എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഏത് ആളെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം Q can be in the form of solid, liquid and gas എന്നാണ് ആക്ച്വലി വെൻ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെൻ ഡയഗ്രാം ഈ ഒരു സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ദിസ് സർക്കിൾ റെപ്രസെൻറ്റ്സ്, ഈ ഒരു സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ച്വലി ദ തിങ് ദാറ്റ് ഈസ് സോളിഡ്. ഈ ഒരു സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തിങ് ദാറ്റ് ഈസ് ലിക്വിഡ്. ഈ ഒരു സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തിങ് ദാറ്റ് ഈസ് ഗ്യാസ്. അപ്പോൾ 3 സ്റ്റേറ്റിലും കാണുന്ന ആരാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ 3 സ്റ്റേറ്റിലും കാണാൻ പറ്റുന്ന ഒരാളായിരിക്കും നമ്മുടെ Q ആയിട്ട് വരാം. സോ Q ആയിട്ട് വരുന്ന ആരായിരിക്കും, നമുക്കിവിടെ നോക്കാം. ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോളിഡ് ഫോം ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ CO2 എന്നാണ് നമ്മൾ കെമിക്കൽ ഫോർമുല ചെയ്തത്. അതുകൊണ്ട് ഞാൻ സിംപ്ലി എഴുതിയിട്ടുണ്ട് സോളിഡ് ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആക്ച്വലി ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. സോ ഡ്രൈ ഐസ് സോളിഡ് ഫോം ആണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻ ദ ലിക്വിഡ് ഫോമിലല്ല ആക്ച്വലി ഉള്ളത്. ജെല്ലി എന്ന് പറഞ്ഞാൽ ഒരു സെമി സോളിഡ് ഫോം ആണ് അല്ലേ. ഒരു സെമി സോളിഡ് ആണ്. ലിക്വിഡ് ആണോ ചോദിച്ചെങ്കിൽ ലിക്വിഡ് അല്ല, സോളിഡ് ആണെന്ന് ചോദിച്ചെങ്കിൽ സോളിഡും അല്ല. സോ ഒരു സെമി സോളിഡ് ഫോം ആണ് ആക്ച്വലി ജെല്ലി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഇല്ല. ടേബിൾ സോൾട്ട് എന്ന് പറയുന്നത് സോളിഡ് ഫോം ആണ് അല്ലേ. ടേബിൾ സോൾട്ട്, നമ്മൾ ഉപ്പ് എന്ന് പറയുന്നത് സോളിഡ് ഫോം ആണ്. സോ ഇറ്റ് കംസ് സോളിഡ് ഫോം. ഇനി വാട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് എക്സിസ്റ്റ് ഇൻ 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. വൺ ഈസ് ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഫോം ആണ്. ലിക്വിഡ് വാട്ടർ ഉണ്ട്. ദെൻ കംസ് ദ വാട്ടർ വേപ്പർ ഓർ ദ സ്റ്റീം ദറ്റ് ഈസ് ഇൻ ദ ഗ്യാഷ്യസ് ഫോം. ഗ്യാഷ്യസ് ഫോമിലുള്ള വാട്ടർ ആണ് നമ്മൾ സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് എക്സിസ്റ്റ് ഇൻ 3 മേജർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കുക. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൽ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ട് വരാം. ക്യൂവിൻ്റെ പൊസിഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് വാട്ടറിനെയാണ്. വാട്ടർ എക്സിസ്റ്റ് ഇൻ 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കുക. സോ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗ്യാഷ്യസ് സ്റ്റേറ്റ് വാട്ടർ വേപ്പർ ആണ് നമ്മൾ വിളിക്കുക. ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിന് നമ്മൾ ലിക്വിഡ് വാട്ടർ എന്നാണ് വിളിക്കുക. സോളിഡ് സ്റ്റേറ്റിന് നമ്മൾ ഐസ് എന്നാണ് വിളിക്കുക അല്ലേ. റൈറ്റ്, നമ്മൾ ഐസ് എന്നാണ് സോളിഡ് സ്റ്റേറ്റിന് വിളിക്കുന്നത്. സോ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കാം. ആൻഡ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഹാസ് നോ ഫിക്സഡ് ഷേപ്പ് ബട്ട് ഫിക്സഡ് വോളിയം. ഒരു ഫിക്സഡ് വോളിയം ഉണ്ട്, പക്ഷേ ഫിക്സഡ് ഷേപ്പ് ഒന്നുമില്ല. അപ്പോൾ ഫിക്സഡ് ഷേപ്പും ഫിക്സഡ് വോളിയം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് സോളിഡ്, ദാറ്റ് ഈസ് ഐസ് ആയിരിക്കും. ഓക്കെ, ഫിക്സഡ് ഷേപ്പും അതുപോലെ തന്നെ ഫിക്സഡ് വോളിയം ഉണ്ടെങ്കിൽ, ഫിക്സഡ് ഷേപ്പ് അതുപോലെ തന്നെ ഫിക്സഡ് വോളിയം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഐസ് ആയിരിക്കും, സോളിഡ് ആയിരിക്കും കേട്ടോ. സോളിഡ് ഹാവ് ഫിക്സഡ് ഷേപ്പ് ആൻഡ് ഫിക്സഡ് വോളിയം. അപ്പോൾ ഫിക്സഡ് ഷേപ്പും ഫിക്സഡ് വോളിയം ഉള്ള വാട്ടറിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഐസ് ആണ്. ഇനി ഫിക്സഡ് ഷേപ്പ് ഇല്ല, പക്ഷേ ഫിക്സഡ് വോളിയം ഉണ്ട്, അത് ആക്ച്വലി ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ വാട്ടറിൻ്റെ ലിക്വിഡ് ഫോം ആക്ച്വലി എന്താണ്, വാട്ടർ തന്നെയാണ് അല്ലേ. അപ്പോൾ വാട്ടർ തന്നെയാണ് വാട്ടറിൻ്റെ ലിക്വിഡ് ഫോം എന്ന് പറയുന്നത്. ഇനി വാട്ടറിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഏതാണ്, ആക്ച്വലി സ്റ്റീം ആണ്. സ്റ്റീം ഡസ് നോട്ട് ഹാവ് ഫിക്സഡ് ഷേപ്പ് ആസ് വെൽ ആസ് ഫിക്സഡ് വോളിയം. ഫിക്സഡ് വോളിയം ഇല്ല, ഫിക്സഡ് ഷേപ്പും ഇല്ല, അതാണ് ഗ്യാസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും വിച്ച് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്. ദാറ്റ് മീൻസ് ഇതെന്താണ്, ഈ 2 ക്യാരക്ടറിസ്റ്റിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലിക്വിഡിനെ കുറിച്ചാണ്. ലിക്വിഡ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ് ബട്ട് ഫിക്സഡ് വോളിയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈസിലി റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ലിക്വിഡ് ഫോം ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക വരിക. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണ്. അത് ലിക്വിഡ് ഫോമിനെ നമ്മൾ എന്താ വിളിക്കുക, ഇറ്റ് ഈസ് സിംപ്ലി കോൾഡ് ആസ് വാട്ടർ അല്ലേ. നമ്മൾ വാട്ടർ എന്നാണ് എന്ത് ചെയ്യുന്നത്, സിംപ്ലി വിളിക്കുന്നത്. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ നോക്കാം. ലിക്വിഡ്സ് ഹാവ് ഫിക്സഡ് വോളിയം ബട്ട് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഒന്നുമില്ല, അതുകൊണ്ട് കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് അത് എന്ത് ചെയ്യുക, ടേക്കിങ് ചെയ്യുക. അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട് ലിക്വിഡ്സിന്. സോ ലിക്വിഡ് വാട്ടർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലിക്വിഡ്. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോം ആണ് നമ്മൾ ജനറലി കാണുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കാം. അതിന് ഫിക്സഡ് ഷേപ്പ് ഒന്നുമില്ല, പക്ഷേ ഫിക്സഡ് വോളിയം ഉണ്ട്, അതിന് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇന്റർനാഷണൽ ഡിക്കേഡ് ഫോർ ആക്ഷൻ ഓൺ വാട്ടർ ഫോർ ലൈഫ് ബൈ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി വാസ് ഡിക്ലെയർഡ് ഓൺ. അതായത് യുണൈറ്റഡ് നേഷൻ വേൾഡ് വാട്ടർ ഡേ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണ്, ആ ദിവസമാണ്, ആ ഒരു ഡേ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻസ് വാട്ടർ ഫോർ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു തീമിൽ എന്ത് ചെയ്തിട്ടുള്ളത്, വേൾഡ് വാട്ടർ ഡേ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ ആ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ആ അസംബ്ലിയുടെ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കംസ് March 22nd,
2005. മാർച്ച് 22, 2005 ആണ് ആക്ച്വലി നമ്മൾ ആ ഒരു ജനറൽ അസംബ്ലി വിളിച്ചിട്ടുള്ളത്. ആ ഒരു ഡേറ്റിനെയാണ് നമ്മൾ വേൾഡ് വാട്ടർ ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇയർലി എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ മാർച്ച് 22 ആണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. അപ്പോൾ മാർച്ച് 22 എന്ന് പറയുന്നത് വേൾഡ് വാട്ടർ ഡേ ആണ്. വാട്ടറിനെ നമ്മൾ കൺസർവ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ഡേ കൂടിയാണ്, സെലിബ്രേഷൻ്റെ ഒരു ഡേ കൂടിയാണ് നമ്മൾ മാർച്ച് 22 എന്ന് പറയുന്നത്. സോ അത് ജനറൽ ആയിട്ടുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അതെന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് വാട്ടറിൻ്റെ കേസിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് ആ ഒരു ഡേ എന്ന് പറയുന്നത്. ഇനി സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാട്ടറിൻ്റെ കേസിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഓൾ ദ 3 ഫോംസ് ഓഫ് മാറ്റർ അല്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വാട്ടറിനെ കാണാൻ പറ്റും. സോ ഇതെന്താണ്, ഇത് വാട്ടറിൻ്റെ കേസിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചത്, അത് കറക്റ്റ് ആണ്. ഇനി ദ ബി പി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് പ്രഷർ അല്ല കേട്ടോ, ആക്ച്വലി ബി പി എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ആണ്. ബി പി എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ബോയിലിംഗ് പോയിന്റ് എന്നാണ്. ബി പി ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ എന്തായിട്ട് മാറും, സ്റ്റീം ആയിട്ട് മാറും. ആ സിംഗിൾ പോയിന്റിനെയാണ്, സിംഗിൾ ടെമ്പറേച്ചർ ഈസ് റെപ്രസെന്റഡ് അറ്റ് ബി പി അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. സോ ഇതെന്താണ്, കറക്റ്റ് ആണ്. അപ്പം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്, വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ആൻഡ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് FP അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ടെമ്പറേച്ചറിലാണ് കംപ്ലീറ്റ് വാട്ടർ ബിക്കംസ് ഐസ് ആയിട്ട് മാറുന്നത്, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് അതാണ്. ആൻഡ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഐസ് ബിക്കംസ് വാട്ടർ. ഐസ് വാട്ടർ ആവുന്ന പോയിന്റും വാട്ടർ ഐസ് ആവുന്ന പോയിന്റും സെയിം ടെമ്പറേച്ചർ ആണ്, അതാണ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. സോ ഇത് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ഡൗൺ ചെയ്യണം. വാട്ടറിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അത് എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ഇനി വാട്ടർ കനോട്ട് ബി കംപ്രസ്ഡ്. ഈസിലി നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുക ഗ്യാസിനാണ്. ഗ്യാസ് ക്യാൻ ബി ഈസിലി കംപ്രസിബിൾ. അപ്പോൾ ഗ്യാസിനെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ വാട്ടർ ലിക്വിഡ് ഫോം ആണ് ജനറലി നമുക്ക് കാണാൻ പറ്റും. ലിക്വിഡ് ഈസ് ലെസ് കംപ്രസിബിൾ, അതായത് കംപ്രസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതിന് സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി നീഡ് മോർ എനർജി അല്ലെങ്കിൽ മോർ പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്യാസ് ക്യാൻ ബി ഈസിലി കംപ്രസിബിൾ, ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി കംപ്രസ് ചെയ്യാൻ പറ്റും. സോ എല്ലാ സ്റ്റേറ്റ്മെന്റും വാട്ടറിന്റെ കേസിൽ എന്താണ്, കറക്റ്റ് ആണ്. ലിക്വിഡ് വാട്ടറിന്റെ കേസിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക വരാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീസിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വാട്ടർ ഐസ് ആവുന്ന പോയിന്റ് അല്ലെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ആവുന്ന പോയിന്റ് ആണ്, അതാണ് നമ്മളെ ഫ്രീസിംഗ് ഓർ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 35 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 25 to 35 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ബിക്കംസ് ഗ്യാഷ്യസ് ഫോം, ദാറ്റ് ഈസ് വാട്ടർ വേപ്പറിലേക്ക് മാറുന്ന അല്ലെങ്കിൽ സ്റ്റീം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് വി കോൾ ഇറ്റ് എസ് ബോയിലിംഗ് പോയിന്റ്. ആ ഒരു പോയിന്റിൽ കംപ്ലീറ്റ് വാട്ടർ മോളിക്യൂൾസ് എന്തായിട്ട് മാറും, സ്റ്റീം ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ആ ഒരു സ്റ്റേറ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് വി കോൾ ഇറ്റ് എസ് ബോയിലിംഗ് പോയിന്റ്. ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് ഇൻ കേസ് ഓഫ് വാട്ടർ ആൻഡ് ദിസ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ് ഇൻ കേസ് ഓഫ് വാട്ടർ എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇൻ ദ ഫിനോമിന ഓഫ് ചേഞ്ച് ഓഫ് ലിക്വിഡ് ഇൻ ടു ഗ്യാസ് അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ബിലോ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും, വാട്ടർ ഗ്യാസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അത് ടോപ്പ് ലെവലിലുള്ള വാട്ടർ എന്ത് ചെയ്യും, അത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് അല്ലെങ്കിൽ ബോട്ടം സർഫേസിലുള്ള വാട്ടർ എന്ത് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്ത് റൈസ് ചെയ്ത് അതെന്ത് ചെയ്യും, സ്റ്റീം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ ഫുള്ളി വാട്ടർ എന്തായിട്ട് മാറും, ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറും. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു പോയിന്റിൽ എന്താണ്, ബിലോ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല, പക്ഷെ സം വാട്ടർ ബിക്കംസ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആകുന്നുണ്ട്. അപ്പം ലിക്വിഡ് ടു ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ബിലോ ദ ബോയിലിംഗ് പോയിന്റ് നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് എസ് ഇവാപ്പറേഷൻ. വേപ്പറായിട്ട് മാറുന്ന അല്ലെങ്കിൽ വാട്ടർ വേപ്പറായിട്ട് മാറുന്ന പ്രോസസ്സാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഇവാപ്പറേഷൻ എന്നാണ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക. സോ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് മെൽറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് ബിക്കംസ് ലിക്വിഡ് അല്ലേ, സോളിഡ് മെൽട്ടായിട്ട് ലിക്വിഡ് ആകുന്ന പ്രോസസ്സാണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ലിക്വിഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ്, അതാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത് ഗ്യാസിനെ നമ്മൾ ലിക്വിഡ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ്. അത് നമ്മൾ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈ പ്രഷറും അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചറും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ്
ലോ ടെമ്പറേച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. ഇങ്ങനെ ലിക്വിഫാക്ഷൻ ചെയ്തതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പെട്രോളിയം ഗ്യാസിന് എന്ത് ചെയ്യും, നമുക്ക് കമ്പസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസുകൾ നമ്മൾ എന്ത് ചെയ്യും, ലിക്വിഡായിട്ട് മാറ്റുന്നതാണ് നമ്മൾ LPG. നമ്മൾ വീട്ടിലൊക്കെ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ അതിൻ്റെ അകത്തൊക്കെ ലിക്വിഡ് ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതാണ് ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. മെഡിക്കൽ ഓക്സിജൻ ഒക്കെ ലിക്വിഫാക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ മെഡിക്കൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ അകത്ത് ലിക്വിഡ് ഫോമിലാണ് ഓക്സിജൻ ഉണ്ടാവുക. അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അത് നമ്മൾ ആക്ച്വലി അത് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇവാപ്പറേഷനും ബോയിലിംഗും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഇവാപ്പറേഷൻ ക്യാൻ ആക്ട്, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ ആ പ്രോസസ്സ് ഏതൊരു ടെമ്പറേച്ചറിലും നടക്കും. ബോയിലിംഗ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആയിരിക്കും. കംപ്ലീറ്റ് ലിക്വിഡ് ബിക്കംസ് ഗ്യാഷ്യസ് ആയിരിക്കും. അപ്പം ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താ നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. 25 ഡിഗ്രി സെൽഷ്യസിലും 35 ഡിഗ്രി സെൽഷ്യസിലും 45 ഡിഗ്രി സെൽഷ്യസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ബിക്കംസ് വേപ്പർ, ദാറ്റ് ഈസ് ഇവാപ്പറേഷൻ. ആ പ്രോസസ്സിന് ഇവാപ്പറേഷൻ എന്നാണ് വിളിക്കുക. ആൻഡ് which of the following options correctly shows whether heat is absorbed or released by water during the steps of water cycle? വാട്ടർ സൈക്കിളിൻ്റെ സ്റ്റെപ്സിൽ, വാട്ടർ സൈക്കിളിൻ്റെ 4 മേജർ സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വാട്ടർ, അതായത് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് ഇവാപ്പറേഷൻ. വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ, അതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത് വാട്ടർ സൈക്കിളിൻ്റെ. ദെൻ കംസ് ദ ക്ലൗഡ് ഫോർമേഷൻ. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള ആ ഒരു വാട്ടർ വേപ്പർ എല്ലാം കണ്ടൻസ് ചെയ്ത് ടൈനി ഡ്രോപ്ലെറ്റ്സ്, ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതിനാണ് വി കോൾ ഇറ്റ് ആസ് കണ്ടൻസേഷൻ. ബൈ റിലീസിങ് എനർജി റിലീസ് ചെയ്തിട്ടാണ് കണ്ടൻസേഷൻ നടക്കുക. ആൻഡ് ഇവാപ്പറേഷനിൽ വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നത്. വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ ബൈ അബ്സോർബിങ് ഹീറ്റ്. അപ്പോൾ ഇവാപ്പറേഷനിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. കണ്ടൻസേഷനിൽ ആക്ച്വലി അവിടെ ഹീറ്റ് റിലീസ് ചെയ്തിട്ടാണ് വാട്ടർ വേപ്പർ ബിക്കംസ് ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആൻഡ് ഫോംസ് ദ ക്ലൗഡ്. അതാണ് നമ്മുടെ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് റിലീസസ് ഹീറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ട് വരിക. സോ ഓപ്ഷൻ എ ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പം ഇവാപ്പറേഷനിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കണ്ടൻസേഷനിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവാപ്പറേഷനും അതുപോലെ തന്നെ കണ്ടൻസേഷൻ തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് നോക്കാം. ഇവാപ്പറേഷൻ, ലിക്വിഡ് വാട്ടർ ചേഞ്ചസ് ടു വാട്ടർ വേപ്പർ ഓർ gaseous state as it gains heat energy from the sun. അതായത് സണ്ണിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് വാട്ടർ വേപ്പർ ആയി മാറുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഇവാപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടൻസേഷൻ ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആണ്. എന്താണ്, ക്ലൗഡ് ഫോർമേഷൻ ആണ്. വാട്ടർ വേപ്പർ കൂൾസ് ആൻഡ് ചേഞ്ചസ് ബാക്ക് ടു ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഫോമിംഗ് ക്ലൗഡ്സ്. അതാണ് ആക്ച്വലി നമ്മുടെ കണ്ടൻസേഷൻ. ആ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈസിലി പറയാൻ പറ്റും കണ്ടൻസേഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ഇവാപ്പറേഷൻ എന്ത് ചെയ്യാം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ആൻഡ് വിച്ച് ആക്ടിവിറ്റി കൺസർവ് വാട്ടർ? വാട്ടറിനെ നമ്മൾ കൺസർവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാട്ടറിന് നമ്മൾ എന്താണ് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്താണ് സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ കൺസർവ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാഷിംഗ് കാർസ് വിത്ത് ഹോസ്. നമ്മൾ ഹോസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കാർസ് വാഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് വാട്ടർ ലോസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊരു കൺസർവേഷൻ മെത്തേഡായിട്ട് പറയാൻ പറ്റില്ല. ഇനി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമ്മൾ റെയിൻ വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും ഫോർ ദ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ റെയിൻ വാട്ടറിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ഡ്രിങ്കബിൾ പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ബെസ്റ്റ് വേ ടു കൺസർവ് വാട്ടറിനെ കൺസർവ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ ആണ്. കീപ്പിംഗ് ടാപ്സ് ഓപ്പൺ, അതായത് നമ്മൾ എന്താണ് പൈപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടാപ്സ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാട്ടർ വേസ്റ്റ് ആവും. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് മെത്തേഡ് ഓഫ് കൺസർവേഷൻ ഓഫ് വാട്ടർ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം. അപ്പോൾ വാട്ടറിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കല്ല ആക്ച്വലി ചെയ്യുന്നത് അല്ലേ. ഇനി എക്സസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരുപാട് നനയ്ക്കുകയാണ്, ഒരുപാട് നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എക്സസ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ഡിയും എന്താണ് റോങ് ആണ്. ഒരുപാട് വാട്ടർ അവിടെ നമുക്ക് ലോസ് ചെയ്യുന്നുണ്ട്, അത് സേവ് ചെയ്യുന്ന പ്രോസസ്സ് അല്ല. സോ ഓപ്ഷൻ ഡിയും എന്താണ് റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വീട്ടിലൊക്കെ റെയിൻ വരുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കളക്ഷൻ ഏരിയ അല്ലെങ്കിൽ ഗട്ടേഴ്സ് ഒക്കെ മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അത് ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റോറേജ് ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുവേണ്ടി നമ്മൾ അത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഡ്രിങ്കബിൾ പർപ്പസിന് നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല, നമ്മൾ അത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ബാക്കിയുള്ള പല ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ റീചാർജ് ഫെസിലിറ്റി ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ജനറലി യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഡ്രിങ്കബിൾ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുക. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഡ്രോപ്പ് വൈസ് ആയിട്ട് നമ്മൾ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ്, വാട്ടർ സപ്ലൈ ചെയ്യുന്നതിനാണ് വി കോൾ ഇറ്റ് ഇറിഗേഷൻ എന്ന് വിളിക്കുക. എക്സസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാട്ടർ എന്ത് ചെയ്യുന്നു
അവിടെ നമുക്ക് അനാവശ്യമായിട്ട് പോകുന്നുണ്ട്. സോ ഇത് എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഫോറസ്റ്റ് പ്ലേസ് എ മാസീവ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ വാട്ടർ സൈക്കിൾ. ഇഫ് എ ലാർജ് ഫോറസ്റ്റ് ഏരിയസ് ഈ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ, ഡീഫോറസ്റ്റേഷൻ, അത് ഞാൻ ഡീഫോറസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഫോറസ്റ്റ് നമ്മൾ എന്താണ് വാട്ടർ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇഫ് എ ലാർജ് ഫോറസ്റ്റ് ഏരിയ ഈസ് കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ, അതായത് നമ്മൾ ലാർജ് ഏരിയയിലുള്ള കംപ്ലീറ്റ് ആയിട്ട് ഫോറസ്റ്റ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യുന്നതിനാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. വാട്ട് ചേഞ്ച് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി ഒബ്സർവ്ഡ് ഇൻ ദാറ്റ് റീജിയൻ, ആ റീജിയനിൽ ഏത് ചേഞ്ച് ആയിരിക്കും നമുക്ക് മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റാന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മളൊരു ഫോറസ്റ്റിലുള്ള കംപ്ലീറ്റ് ട്രീസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വാട്ടർ സൈക്കിളിന് അത് എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലാൻഡിലുള്ള വാട്ടർ gets evaporated and forms cloud in the atmosphere. അറ്റ്മോസ്ഫിയറിൽ ക്ലൗഡ് ഫോം ചെയ്യും. ആ ക്ലൗഡ് എന്ത് ചെയ്യും, റെയിൻ ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് സ്ട്രീംസിലൂടെ ഒക്കെ എന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ട് ഡിഫറെൻറ്റ് വാട്ടർ സോഴ്സിലേക്ക് എത്തും, നമ്മൾ വീട്ടിലേക്ക് എത്തും. സോ ഇതാണ് വാട്ടർ സൈക്കിൾ. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൈക്കിൾ പ്രോസസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ലാൻഡിൽ നിന്ന് അത് പോയി ലാൻഡിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതാണ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ആ ഒരു സൈക്കിൾ ആയിട്ടാണ് ആക്ച്വലി വരുന്നത്. അതുകൊണ്ടാണ് അതിനെ വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. സോ വാട്ടർ സൈക്കിളിനെ എങ്ങനെയാണ് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഹ്യൂമിഡിറ്റി ഓഫ് എയർ വിൽ ഇൻക്രീസ്. അതായത് നമ്മളെ എയറിൽ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എയറിലെ വാട്ടർ വേപ്പർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഇൻ എയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പ്ലാന്റ്സിൽ എന്ത് ചെയ്യണം, നടക്കണം. അപ്പം ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, എക്സസ് വാട്ടറിനെ പ്ലാന്റ്സ് റിമൂവ് ചെയ്യണം. അപ്പോൾ പ്ലാന്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്പിരേഷൻ പ്രോസസ്സ് നടക്കൂ ഇല്ല. സോ ഹ്യൂമിഡിറ്റി ഓഫ് എയർ വിൽ ഇൻക്രീസ് ലീഡിങ് ടു റെഗുലർ ഫ്ലഡ്സ് എന്ന് പറയുന്നത് റോങ് ആണ്. ഇഫ് ദർ ഈസ് നോ പ്ലാന്റ്സ്, അവിടെ ട്രാൻസ്പിരേഷൻ ഒക്കെ ചെയ്യില്ല, ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യില്ല, ഹ്യൂമിഡിറ്റി കുറയാണ് ചെയ്യുക. ഓക്കെ, ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വിൽ സഡൻലി റൈസ് ടു ദ സർഫേസ്. അതായത് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡിൻ്റെ അണ്ടറിൽ കാണുന്ന വാട്ടർ ലെവലാണ്. ആ വാട്ടർ ലെവൽ ഡയറക്ട്ലി റൈസ് ചെയ്യുന്ന പറയുന്നത് അതും റോങ് ആണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ഒരു എഫക്റ്റ് അല്ല അത്. ഇനി റെയിൻഫോൾ വിൽ ഡിക്രീസ് ബിക്കോസ് ദർ ആർ ഫ്യൂ ട്രീസ് ടു റിലീസ് വാട്ടർ വേപ്പർ ഇൻ ടു ദ എയർ. അതായത് ട്രീസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രീസ് എന്തുണ്ട്, എക്സസ് വാട്ടറിനെ അവർ അബ്സോർബ് ചെയ്യുന്ന എക്സസ് വാട്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട് ആസ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു ദ എയർ. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ സൈക്കിളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും റെയിൻഫോൾ ആണ് അവിടെ എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. വാട്ട് വിൽ സ്റ്റോപ്പ് ഇവാപ്പറേറ്റിംഗ് ഫ്രം നിയർ ബൈ റിവേഴ്സ് എന്ന് പറയുന്നത് റോങ് ആണ്. ആക്ച്വലി ഇവാപ്പറേറ്റ് അല്ല, ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ട്രീസ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ടേക്കിംഗ് പാർട്ട് ഓഫ് വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ ഒരു ടേക്കിംഗ് പാർട്ടായിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എക്സസ് വാട്ടർ വേപ്പർ ആയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ അത് എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഇനി trees absorb groundwater through their roots and releases huge amount of water vapor into atmosphere through the leaves. This process is called transpiration. നമ്മൾ already discuss ചെയ്തു. Deforestation cut off this main supply of atmospheric moisture, causing clouds to stop forming regularly and leading to less rainfall. അതുകൊണ്ട് റെയിൻഫോൾ ആണ് നമ്മൾ പ്ലാന്റ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള തിങ് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ട്രാൻസ്പിരേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കാം. ആൻഡ് വിച്ച് ആർ ദ ഫോളോയിങ് ഹെൽപ്സ് ടു റിഡ്യൂസ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷനെ റിഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് വാട്ടറിനെ കണ്ടക്ട് ചെയ്യാനുള്ള പൈപ്പ്സിനാണ് വി കോൾ ഇറ്റ് സീവേഴ്സ്. അപ്പോൾ വേസ്റ്റ് വാട്ടർ പൈപ്പ്സ് ആണ്. അപ്പോൾ വേസ്റ്റ് വാട്ടർ പൈപ്പ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അർബൻ വേസ്റ്റുകൾ, അതായത് നമ്മൾ വീട്ടിൽ ചുറ്റും ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ സീവറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി യൂസ് ഓഫ് അൺലെഡഡ് പെട്രോൾ ഇൻ കാർസ്. അതായത് കാർസിൽ ലെഡഡ് പെട്രോൾ ഉണ്ട്, അൺലെഡഡ് പെട്രോൾ ഉണ്ട്. ലെഡഡ് പെട്രോൾ ക്യാൻ മേക്ക് എയർ പൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, മേക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ലെഡ്സ് ടു ദ വാട്ടർ പൊല്യൂഷൻ ഇറ്റ് സെൽഫ്. അതായത് എയറിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോക്സിക് ഗ്യാസ് വാട്ടറിൽ നമുക്ക് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ, അസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ കോസ് ദ വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ വാട്ടർ പൊല്യൂഷന് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വരുന്ന ഒരാളാണിത് അൺലെഡഡ് പെട്രോളിൻ്റെ യൂസേജ്. അപ്പോൾ അൺലെഡഡ് പെട്രോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടോക്സിക് ഗ്യാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട് കാർസ്. സോ അങ്ങനെ വരുന്ന സമയത്ത്, ടോക്സിക് ഗ്യാസുകൾ വരുന്ന സമയത്ത് ഇറ്റ് ഫോംസ് ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഇനി ലെസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഓൾസോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഗ്രൗണ്ട് വാട്ടറിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാട്ടർ സോഴ്സിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ആ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും നമ്മൾ യൂസേജ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ പൊല്യൂഷന് ഒരു
പ്രോബ്ലം ആയിട്ട് അതിൽ ഒരു കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റീസൺ ആയിട്ട് വരുന്നുണ്ട്. സോ ലെസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ലെഡഡ് പെട്രോൾ ആക്ച്വലി ടോക്സിക് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അൺലെഡഡ് പെട്രോൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോക്സിക് ഗ്യാസസിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വി ഷുഡ് നോട്ട് എക്സ്ക്രീറ്റ് ഇൻ ഓപ്പൺ. നമ്മൾ എക്സ്ക്രീഷൻ, നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസസിൽ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വാട്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. വി ഷുഡ് നോട്ട് എക്സ്ക്രീറ്റ് ഇൻ ഓപ്പൺ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എല്ലാം എന്താണ്, ഇവിടെ നമുക്ക് വാട്ടർ പൊല്യൂഷൻ മിനിമൈസ് ചെയ്യാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് കൊടുത്തുള്ളത്. സോ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുക വരാം. സോ ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും റൈറ്റ്. നമുക്ക് നോക്കാം. സീവേഴ്സ് ഫോർ റിമൂവിങ് അർബൻ വേസ്റ്റേജ് ഹെൽപ്സ് പ്രിവെന്റ് അൺട്രീറ്റഡ് വേസ്റ്റ് എൻ്ററിങ് ദ വാട്ടർ. അൺട്രീറ്റഡ് ആയിട്ടുള്ള വാട്ടർ നമ്മളെ വാട്ടർ ബോഡീസിലേക്ക് എൻ്റർ ചെയ്യുന്നത് അതെന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. നമ്മൾ ഒരു കോമൺലി അല്ലെങ്കിൽ നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു പാസേജ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേസ്റ്റ് വാട്ടറിന് ഒരു കോമൺ ആയിട്ടുള്ള പാസേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി യൂസ് ഓഫ് അൺലെഡഡ് പെട്രോൾ ഇൻ കാർസ് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് കണ്ടാമിനേഷൻ. എൻവയോൺമെന്റൽ പൊല്യൂഷനും കണ്ടാമിനേഷനും എന്ത് ചെയ്യും, അത് കുറയ്ക്കും. വിച്ച് ഓൾസോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് ദ വാട്ടർ പൊല്യൂഷൻ. അതെന്താണ്, നമുക്ക് അത് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ലെസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് റിഡ്യൂസസ് കെമിക്കൽ റൺ ഓഫ് ഇൻ ടു ദ വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിലേക്കാണ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നത്, റൺ ഓഫ് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മൾ പറഞ്ഞുള്ളത്. ഇനി വി ഷുഡ് നോട്ട് എക്സ്ക്രീറ്റ് ഇൻ ഓപ്പൺ പ്രിവെൻസ് കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ സോഴ്സസ്. അതായത് വാട്ടർ സോഴ്സിലേക്കാണ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നത്, ഈ എക്സ്ക്രീറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഡയറക്ട്ലി ഒലിച്ചു പോകുന്നത്. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സിൻസ് ഓൾ ദീസ് മെഷർ റെഡ്യൂസ് വാട്ടർ പൊല്യൂഷൻ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ പൊല്യൂഷനെ മിനിമൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടറിൻ്റെ കേസിലുള്ള ഒരു അനോമലിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ടറിൻ്റെ കേസിൽ ഒരു അനോമലിയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനോമലിയാണ്. വാട്ടർ ഏതൊരു മെറ്റീരിയലിൽ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പാൻഡ്. ഹീറ്റ് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത്, അവർ ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ കോൺട്രാക്ട്. ബട്ട് ഇൻ കേസ് ഓഫ് 0 degree Celsius to 4 degree Celsius വാട്ടർ ഹാസ് എ അനോമലി. വാട്ടർ നോർമലി കാണിക്കാത്ത ഒരു കണ്ടീഷൻ ഉണ്ട്, അതിനെയാണ് വി കോൾ ഇറ്റ് എസ് അനോമലി എന്നാണ് നമ്മൾ വിളിക്കുക. സോ 0 degree Celsius to 4 degree Celsius ഹീറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി അത് എക്സ്പാൻഡ് ആണ് ചെയ്യേണ്ടത്. ബട്ട് 0 degree Celsius to 4 degree Celsius വാട്ടർ എന്താണ്, വാട്ടർ കോൺട്രാക്റ്റ് ആണ് ചെയ്യുക. 0 degree Celsius to 4 degree Celsius എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ആണ്. സൈസ് എന്ത് ചെയ്യും, കുറയും. സൈസ് ഡിക്രീസസ് അല്ലെങ്കിൽ വോളിയം ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഇനി 4 degree Celsius to 0 degree Celsius ആവുന്ന സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്, കോൺട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്, ഷ്രിങ്ക് ആണ് ചെയ്യേണ്ടത്. ബട്ട് ആക്ച്വലി ഇറ്റ് എക്സ്പാൻഡ്സ്. വാട്ടറിൻ്റെ കേസിൽ എക്സ്പാൻഡ് ചെയ്യും, വോളിയം ഇൻക്രീസസ്, വോളിയം എന്ത് ചെയ്യും, കൂടും. വോളിയം ഇവിടെയാണെങ്കിലോ വോളിയം സൈസ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് വോളിയം എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇവിടെ വോളിയം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇവിടെ വോളിയം വോളിയം ഡിക്രീസ് അല്ലേ, വോളിയം ഇൻക്രീസ് ആണ്. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസസ് ആണ് കേട്ടോ, വോളിയം ഇൻക്രീസസ്. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 0 degree Celsius to 4 degree Celsius വോളിയം ഡിക്രീസസ്. 4 degree Celsius to 0 degree Celsius വോളിയം ഇൻക്രീസസ്. അപ്പം വാട്ടർ എന്താണ്, വാട്ടർ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ലെസ് ഡെൻസർ ആയിട്ടുള്ള ഒരാളായിട്ട് എന്ത് ചെയ്യും, വാട്ടർ മാറും. അപ്പം ഐസ് എന്ത് ചെയ്യും, വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യും. അപ്പം വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പം ഐസിന് എന്താണ്, വോളിയം ഇൻക്രീസ്ഡ് ആണ്. അപ്പം ഇൻക്രീസ്ഡ് ആവുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി കുറയും. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പം സെയിം എമൗണ്ട് ഓഫ് തിങ്ങിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി കുറയും, ലെസ് ഡെൻസർ ആയിട്ട് മാറും. സോ ഐസ് ക്യൂബ്സ് ഫ്ലോട്ട് വെൻ പ്ലേസ്ഡ് ഇൻ എ ഗ്ലാസ് ഓഫ് ലിക്വിഡ് വാട്ടർ എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് ഐസ് ഈസ് ലെസ് ഡെൻസർ, അതിൻ്റെ വോളിയം ഇൻക്രീസ്ഡ് ആണ്. സോ ലെസ് ഡെൻസർ ആയിരിക്കും കമ്പയർ ടു ദ ലിക്വിഡ് വാട്ടർ. ലിക്വിഡ് വാട്ടറിനെ ഐസിനെ കമ്പയർ ചെയ്യുമ്പം ഡെൻസർ ആയിരിക്കും, ലിക്വിഡ് വാട്ടർ ഡെൻസർ ആയിരിക്കും. സോ ഡെൻസർ ആയിട്ടുള്ള മെറ്റീരിയൽ സെറ്റിൽ ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലെസ് ഡെൻസർ ആയിട്ടുള്ള തിങ്സ് ഫ്ലോട്ട് ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഐസ് എന്താണ്, ലെസ് ഡെൻസർ ദാറ്റ് കമ്പയർ ടു വാട്ടർ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് വാട്ടർ കോൺട്രാക്ട്സ് ആൻഡ് ഷ്രിങ്ക് വെൻ ഇറ്റ് ഫ്രീസസ് ഇൻ ടു ഐസ്. അതായത് വാട്ടർ കോൺട്രാക്ട് ചെയ്യും, ഷ്രിങ്ക് ചെയ്യും വെൻ ഇറ്റ് ഫ്രീസസ് ഇൻ ടു ഐസ്, മേക്കിംഗ് സോളിഡ് ഐസ് മച്ച് ഡെൻസർ ദാൻ ലിക്വിഡ് വാട്ടർ എന്ന് പറയുന്നത്. അത് എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ് അല്ലേ, നമ്മൾ പറഞ്ഞതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. സോ വാട്ടർ കോൺട്രാക്റ്റ് അല്ല ചെയ്യുന്നത്, ആക്ച്വലി വാട്ടർ എക്സ്പാൻഡ് ആണ് ചെയ്യുന്നത് ഐസായിട്ട് മാറുന്ന സമയത്ത്. ആൻഡ് വോളിയം ഇൻക്രീസസ്, വോളിയം എന്ത് ചെയ്യും, കൂട്ടും. ആൻഡ് വെൻ ഇറ്റ് ഫ്രീസസ് ഇൻ ടു ഐസ് മേക്കിംഗ് സോളിഡ് ഐസ് ലെസ് ഡെൻസർ.
അത് ലെസ് ഡെൻസർ ആണ്, മോർ ഡെൻസർ അല്ല, ലെസ് ഡെൻസർ ദാൻ ലിക്വിഡ് വാട്ടർ എന്നാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ് മീൻസ് ഇതെന്താണ്, ഒരു ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ട്രൂ ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും എ ഈസ് ട്രൂ ആൻഡ് ബട്ട് ആർ ഈസ് ഫാൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ നമുക്ക് നോക്കാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അസേഷൻ ഈസ് ട്രൂ ബിക്കോസ് ഐസ് ഈസ് ലൈറ്റർ ദാൻ വാട്ടർ. വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റർ ആണ്. However, the reason is false because water is one of the few liquids that expand when it freezes. അതായത് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ലിക്വിഡ് ആണ് എന്ത്, നമ്മുടെ ഐസ് എന്ന് പറയും, വാട്ടർ എന്ന് പറയുന്നത്. സോ വാട്ടറിന്റെ ഒരു അനോമലിയാണ് ആക്ച്വലി ഈ പറഞ്ഞത്. ദ എക്സ്പാൻഷൻ ക്രിയേറ്റ് മോർ സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് മേക്കിംഗ് ഐസ് ലെസ് ഡെൻസ് ദാൻ ലിക്വിഡ് വാട്ടർ വിച്ച് അലൗസ് ഇറ്റ് ടു ഫ്ലോട്ട്. അതായത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈസിലി പറയാൻ പറ്റും അതെന്താണ്, നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത്, എർത്ത് ആൻഡ് ക്ലേ പോട്ട്സ് മഡ്കാസ് കീപ് ഡ്രിങ്കിങ് വാട്ടർ നോട്ടീസബിളി കൂൾ ഡ്യൂറിങ് ഹോട്ട് സമ്മർ ഡേയ്സ്. അതായത് നമ്മൾ എർത്ത് പോട്ട്സിൽ വാട്ടർ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, കമ്പാരിറ്റീവ്ലി കൂളർ ആയിരിക്കും സമ്മർ ഡേയ്സിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ആൻഡ് ക്ലേ പോട്ട്സിൽ നമുക്ക് ന്യൂമറസ് ടൈനി പോസ് കാണാൻ പറ്റും. ആ ടൈനി പോസിലൂടെ സീപ്പ് ഔട്ട് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യും, ഈ ഇൻസൈഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ എന്ത് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പം നമ്മളൊരു എർത്ത് പോട്ട് നോക്കുകയാണെങ്കിൽ അതിന് ടൈനി പോർസ് ഉണ്ടാവും. ആ ടൈനി പോർസിലൂടെ സീപ്പ് ഔട്ട് ചെയ്യുന്ന വാട്ടർ, അതിലൂടെ ഇറങ്ങി വരുന്ന വാട്ടർ എന്ത് ചെയ്യും, ഈ ഇൻസൈഡ് ആയിട്ടുള്ള വാട്ടറിൽ നിന്നുള്ള ഹീറ്റിന് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, വാട്ടർ വേപ്പറായിട്ട് മാറും. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എന്താണ്, അതെന്ത് ചെയ്യും, അത് ഉള്ളിലുള്ള വാട്ടറിനെ ഇറ്റ് കീപ്സ് ദ ഇന്നർ വാട്ടർ കൂൾ. ആ ഇന്നർ വാട്ടറിനെ കൂളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് വെക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് നമുക്ക് നോക്കാം. എർത്ത് ആൻഡ് ക്ലേ പോട്ട്സ് കീപ് ഡ്രിങ്കിങ് വാട്ടർ നോട്ടീസബിളി കൂൾ ഡ്യൂറിങ് ഹോട്ട് സമ്മർ ഡേയ്സ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി റീസൺ ആയിട്ട് കൊടുത്തുള്ള, ക്ലേ പോട്ട്സ് ഹാവ് തൗസൻഡ്സ് ഓഫ് ടൈനി ഇൻവിസിബിൾ പോർസ് ദാറ്റ് അലോ വാട്ടർ ടു സ്ലോലി സീപ്പ് ഔട്ട് ആൻഡ് ഇവാപ്പറേറ്റ് അബ്സോർബിങ് ദ ഹീറ്റ് ഫ്രം ദ റിമൈനിങ് വാട്ടർ ഇൻസൈഡ്. കറക്റ്റ് അല്ലേ, നമ്മൾ പറഞ്ഞു വെച്ചിട്ട് സീപ്പ് ഔട്ട് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യും, ഇൻസൈഡ് ആയിട്ടുള്ള വാട്ടറിന്റെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ദാറ്റ്സ് വൈ ദ ഇൻസൈഡ് ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യും, ഇറ്റ് കീപ്സ് കൂൾ. അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞുള്ളതിൻ്റെ കറക്റ്റ് റീസൺ ആയിട്ടാണ് സെക്കൻഡ് വൺ കൊടുത്തിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് നോക്കാം. ആസ് വാട്ടർ സീപ്പ് through the pores of clay pot, it uses thermal energy or heat energy. Thermal energy എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയാണ്. ഫ്രം ദ പോട്ട് ആൻഡ് റിമൈനിങ് വാട്ടർ turn into വേപ്പറിലേക്ക് ടേൺ ചെയ്യും. and this escape the heat energy leaves the rest of water inside significantly cooler, a process called evaporative cooling. ഇതിനെയാണ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആയിട്ട് വിളിക്കുന്നത്. ഇത് നോർമലി സമ്മർ ഡേയ്സിൽ നമ്മൾ കൂളർ ആയിരിക്കുന്നത് എർത്ത് ആൻഡ് പോട്ട്സിൽ ഈ വാട്ടർ ഇതുകൊണ്ടാണ്, ഈ ഒരു ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം. Rahul wants to dry his wet school uniform quickly. He has two choices: fold this shirt tightly and put it directly under a ceiling fan, or spread it out completely on a table in a calm room with no fan. Which method will dry the shirt faster എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവാപ്പറേഷൻ നടക്കണമെങ്കിൽ വാട്ടർ വേപ്പർ ആയി മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ ആ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ, ഇവാപ്പറേഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഇവാപ്പറേഷൻ നമുക്ക് നോക്കാം. വൺ ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഇവാപ്പറേഷൻ എന്താ സംഭവിക്കുക, ഇവാപ്പറേഷൻ ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപ്പറേഷൻ ഇൻക്രീസ് ചെയ്യും. ഇനി സർഫസ് ഏരിയ, അതായത് നമ്മുടെ സർഫസ് ഏരിയ, ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ സർഫസ് ഏരിയ കൂടുതലായിരിക്കും, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ സർഫസ് ഏരിയ എന്തായിരിക്കും, കുറവായിരിക്കും കേട്ടോ. ഈ ഒരു സർഫസിൻ്റെ ഏരിയ കുറവായിരിക്കും. ഓക്കെ, കമ്പയർ ടു ദിസ് ഏരിയ, ഇതാണ് കൂടുതലായിട്ട് ഏരിയ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫുള്ളി ഒരു ഷീറ്റ് നമ്മൾ വെക്കുന്നതാണോ, അല്ലെങ്കിൽ അത് ഫോൾഡഡ് ആയിട്ട് വെക്കുമ്പോഴാണോ കൂടുതലായിട്ട് ഇവാപ്പറേഷൻ നടക്കുക, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മൾ ഫുള്ളി ആയിട്ട് അതിന് ക്ലോത്തിനൊക്കെ നമ്മൾ വിരിച്ച് വെക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി സർഫസ് ഏരിയ ഉണ്ടാവുക. നമ്മളത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതെന്താണ്, സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യും. ഇനി ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ വേപ്പർ കണ്ടന്റ് ആണ് അല്ലേ. വാട്ടർ വേപ്പർ കണ്ടന്റ് ഓൾറെഡി അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ അത് ഇറ്റ് റെഡ്യൂസസ് ദ ഇവാപ്പറേഷൻ. അതായത് ഹ്യൂമിഡിറ്റി കൂടുമ്പം ഇവാപ്പറേഷൻ എന്ത് സംഭവിക്കും, ഇവാപ്പറേഷൻ കുറയും. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ്. ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ വേപ്പർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ലെസർ ആകുമ്പോൾ ഇവാപ്പറേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവാപ്പറേഷൻ ഡിക്രീസ് ചെയ്യും ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ. സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വിൻഡ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരുപാട് കാറ്റുള്ള ഏരിയയിൽ നമ്മൾ ഉണക്കാനിട്ടാലും
കാറ്റില്ലാത്ത ഏരിയയിൽ ഉണക്കാനിട്ടാലും കാറ്റുള്ള ഏരിയയിലാണ് കൂടുതലായിട്ട് ഇവാപ്പറേഷൻ നടക്കാം. വിൻഡ് സ്പീഡ് ഡയറക്ട്ലി ഇൻക്രീസസ് ദ ഇവാപ്പറേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്? ഇവാപ്പറേഷനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവാപ്പറേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യാം? നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫോൾഡഡ് ദ ഷർട്ട് ടൈറ്റ്ലി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതാണ് പറയുന്നത്. ഒന്ന് സ്പ്രെഡ് ഇറ്റ് ഔട്ട്, ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്, ഒന്ന് ടൈറ്റ്ലി ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഏതിലാണ് കൂടുതലായിട്ട് ഇവാപ്പറേഷൻ നടക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോൾഡ് ഇറ്റ് അണ്ടർ എ ഫാൻ, അതായത് ഫോൾഡ് ചെയ്ത് ഫാൻ്റെ അണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് വിൻഡ് സ്പീഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. വിൻഡ് സ്പീഡിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ആണ്. സോ ഇത് റോങ് ആണ്. നമുക്ക് നോക്കാം. ഇനി സ്പ്രെഡിങ് അറ്റ് ഓൺ ദ ടേബിൾ ബിക്കോസ് എ ലാർജർ എക്സ്പോസ് സർഫസ് ഏരിയ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. സർഫസ് ഏരിയ, അതായത് ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടുന്ന പറയുന്നത് അത് കറക്റ്റാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ബോത്ത് മെത്തേഡ്സ് വിൽ ടേക്ക് ദ എക്സാക്ട് സെയിം എമൗണ്ട് എന്ന് പറയുന്നത് റോങ് ആണ്. കാരണം വിൻഡിന് അത്രത്തോളം എഫക്റ്റ് ഇല്ല. വിൻഡ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആയിട്ടാണ് പറയുന്നത്. സർഫസ് ഏരിയ ഇസ് ദ മേജർ കോമ്പണന്റ് അല്ലെങ്കിൽ മേജർ ഫാക്ടർ ദാറ്റ് എഫക്ട്സ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. നെയ്തർ കോസ് ക്യാൻ ഓൺലി ഡ്രൈ ഡയറക്ട്ലി സൺലൈറ്റ് എന്ന് പറയുന്നത് റോങ് ആണ്. ഈ എല്ലാ ഫാക്ടേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവാപ്പറേഷനെ ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റ് ചെയ്യാൻ പറ്റും. അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം. ആൻഡ് 2 ഐഡന്റിക്കൽ ടവൽസ് X and Y are soaked with equal amounts of water. Towel X is folded into quarters. അതായത് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹാഫ് ആയിട്ട്, അതായത് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ടവൽ എക്സ് 4 ഫോൾഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് പ്ലേസ് അണ്ടർ എ ഹൈ സ്പീഡ് ഫാൻ, ഹൈ സ്പീഡ് ആയിട്ടുള്ള ഒരു ഫാനിൻ്റെ അണ്ടറിലാണ് വെച്ചിട്ടുള്ളത്. ടവൽ വൈ ഈസ് ഫുള്ളി സ്പ്രെഡ് ഔട്ട് ഇൻ എ കാം, ഒരു കാം ആയിട്ടുള്ള ഏരിയയിൽ ഫുള്ളി സ്പ്രെഡഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവാപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ആണ്. സോ വൈ ആയിരിക്കും ഫസ്റ്റ്ലി ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വൈയിലായിരിക്കും എക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. എക്സ് ഫോൾഡഡ് ആണ് ആൻഡ് വിൻഡിൻ്റെ അണ്ടറിലാണ്. വിൻഡ് നല്ല ഹൈലി സ്പീഡിൽ കറങ്ങുന്ന ഒരു ഫാനിൻ്റെ അണ്ടറിലാണെങ്കിലും അതെന്താണ്? അത് കുറച്ച് ടൈം എടുക്കും ആസ് കമ്പയർ ടു വൈ. അപ്പം ഷെയ്ഡഡ് റൂം വിത്ത് നോ ബ്രീസ് വിച്ച് ടവൽ വിൽ ഡ്രൈ ഫാസ്റ്റർ ആൻഡ് വൈ എന്നാണ് ചോദിക്കുന്നത്. ടവൽ വൈ ആയിരിക്കും. Towel why? Because the surface area has more dominant effect on the rate of evaporation than the wind speed in this scenario എന്ന് പറയുന്നതാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. സോ വിൻഡ് സ്പീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്, റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ സർഫസ് ഏരിയ ആണ്. സോ ഓപ്ഷൻ ബി തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ചോദിക്കുക, നമ്മൾ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ NSMCക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള QR കോഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. QR കോഡ് സ്കാൻ ചെയ്യുക, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സൈറ്റിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ nsmc.xandylearning.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻഡ് ആയിട്ടും കാണാൻ പറ്റും, ഫസ്റ്റ് കമൻറ്റ് ആയിട്ടും കാണാൻ പറ്റും. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഈ ഒരു NSMCക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് മറ്റൊരു ചാപ്റ്ററായിട്ട് മറ്റു വീഡിയോയിൽ കാണാൻ പറ്റും. താങ്ക് യു ആൾ ആൻഡ് ബൈ.